നമസ്കാരം. പാർവതിക്ക് പിന്തുണയുമായി രേവതിയും പത്മപ്രിയയും താരസംഘടനയ്ക്ക് തുറന്ന കത്തയച്ചു. ഇടവേള ബാബുവിനും ഗണേഷ് കുമാറിനും സിദ്ദിഖിനുമെതിരെ സംഘടന എന്തു നടപടിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കത്തിൽ ഇരുവരും ചോദിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം രേവതി, പാർവതി, പത്മപ്രിയ എന്നിവരുണ്ട്. ആദ്യം പാർവതി എന്തുകൊണ്ടാണ് AMMയിൽ നിന്ന് രാജിവെക്കാൻ കാരണമെന്നൊന്ന് വിശദീകരിക്കാമോ? എനിക്ക് തോന്നുന്നൊരു സംഘടനാപരമായിട്ട് കാണുമ്പോൾ ഒരു ജനറൽ സെക്രട്ടറിയിൽ നിന്ന് അവരിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇടവേള ബാബു ആ ഇന്റർവ്യൂവിൽ സംസാരിച്ചത്. അവരുടെ ആറ്റിറ്റ്യൂഡ്, അതായത് നമ്മളൊരു കുടുംബമാണ്, നമ്മളൊരു ക്ലബ്ബാണ്, നമ്മളൊരു അസോസിയേഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ പോവുകയാണെന്ന് പറയുന്ന ഒരു സംഘടന, അതിന്റെ ജനറൽ സെക്രട്ടറി അതിലുണ്ടായിരുന്ന മെമ്പേഴ്സിനെ കുറിച്ചും ഇപ്പോൾ ഉള്ള മെമ്പേഴ്സിനെ കുറിച്ചും പറയാൻ പാടില്ലാത്ത ആറ്റിറ്റ്യൂഡും ഡിസ്റെസ്പെക്റ്റോടെയുമാണ് സംസാരിച്ചത്. ഇതിപ്പോ പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ 3 വർഷമായിട്ട് WCC ഫോം ചെയ്തതിന് ശേഷമുള്ള പല വേദികളിലും അവർ സംസാരിച്ചത് ഈ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് തന്നെയാണ്. അതിനു മുമ്പ് ഇതിനൊരു ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അതിനു മുമ്പും നടന്നുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. സോ എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം അയാളുടെ പരാമർശങ്ങളൊക്കെ കേട്ടതിന് ശേഷം എനിക്ക് ആ സംഘടനയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള മെമ്പേഴ്സ്, അതും നീതിക്കുള്ള പോരാട്ടത്തിന്റെ ആ പോരാട്ടത്തിൽ നിൽക്കുന്ന ആ മെമ്പേഴ്സിനോട് കാണിച്ച ഏറ്റവും വലിയ ഡിസ്റെസ്പെക്റ്റ് ആവും ആ സമയത്ത് ഞാൻ പ്രതിഷേധിച്ചില്ലെങ്കിൽ എന്ന് എനിക്ക് ശരിക്കും തോന്നി. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു മൂവ് എടുത്തത്. നേരത്തെ ഈ സംഘടനയിൽ നിന്ന് നടിമാർ വിട്ടുപോയിരുന്നു, അല്ലെങ്കിൽ സഹപ്രവർത്തകർ വിട്ടുപോയിരുന്നു. പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച്? ഇതിനു മുമ്പുള്ള പ്രസ് റിലീസിന്റെ സമയത്തോ പ്രസ് മീറ്റിന്റെ സമയത്ത് നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സംഘടനാപരമായിട്ട് WCCയെ കാണുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ മെമ്പേഴ്സും ഇതിൽ AMMയിൽ ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുള്ള മെമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ ഏറ്റവും ഡിസ്റപ്റ്റീവ് ആയിട്ടും വി ആർ ബേസിക്കലി ഡിസ്റപ്റ്റേഴ്സ്, വി ആർ വിസിൽ ബ്ലോവേഴ്സ്. നമ്മൾ ഉള്ള കാര്യങ്ങൾ തുറന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സംഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ എത്ര നമ്മൾ ഇതിൽ നിന്ന് മാറ്റങ്ങൾ പ്രതീക്ഷിച്ച് കൂടെ നിന്ന് അവരുടെ കൂടെ കാര്യങ്ങൾ മാറ്റാനുള്ള എല്ലാ രീതിയിലുള്ള സഹായവും അല്ലെങ്കിൽ സഹകരണവും നമ്മൾ കാണിച്ചിട്ടും അവർ മാറുന്നില്ല എന്നുള്ളതും, അതിനൊക്കെ മുമ്പിൽ അവർ വേറെ മുഖം മൂടി ഇട്ടിട്ട് നമ്മൾ നല്ല വ്യക്തികളാണ്, നമ്മൾ ഇന്നൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള വ്യാജേന പുറത്ത് വേറൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ആർട്ട് അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹെവിലി ഇമ്പാക്ട്ഫുൾ ആണ് ഇൻ ടേംസ് ഓഫ് ഇംപ്രഷൻ ഓഡിയൻസിന്റെ മേത്ത്. ഒരു രീതിയിൽ ഇവർ മാറുകയില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ പറ്റിയിട്ട് തന്നെ വേറൊരു മുഖം മൂടി ഇട്ടിട്ടാണ് ആൾക്കാരുടെ മുമ്പിൽ വരുന്നത് എന്നുള്ളത് അസഹനീയമായതുകൊണ്ടാണ് ഇനി ഉള്ള സത്യങ്ങൾ തുറന്ന് മുമ്പിലേക്ക് പറയുക. അത് എല്ലാവരും നാട്ടുകാരെ അറിയുക തന്നെ ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന ഡെമി ഗോഡ്സ് എന്ന് പറഞ്ഞ പൊസിഷനിൽ നിർത്തിയിട്ടുള്ള നടന്മാര്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ട് നിൽക്കുന്ന ബേസിക്കലി MLAs ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന ശൈലിയും അവരുടെ ആറ്റിറ്റ്യൂഡും എത്ര റോങ് ആണ്, അത് ഇനി കേട്ട് മിണ്ടാതിരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇനി മുമ്പോട്ടേക്ക് പോകുമ്പം ഇവരുടെ മുഖം മൂടി വലിച്ചു കീറി സംസാരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇതിനു മുമ്പേ റിമയും രമ്യയും ഗീതും ഇറങ്ങിയത് ഇൻ സോളിഡാരിറ്റിയും കൂടെയാണ്. ആ സമയത്ത് നടന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു രീതിയിലും എല്ലാ രീതിയിലും നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ AMMA എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളൂ. വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് പെൻഷൻ സ്കീമോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിഞ്ഞു എന്നുള്ളതോ അല്ലെങ്കിൽ പുതിയൊരു OTT പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതും വിച്ച് ബൈ ദ വേ ഒരു വെൽഫെയർ അസോസിയേഷൻ ചെയ്യേണ്ടത് തന്നെയാണോ എന്ന് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ മുഖം മൂടി വെച്ചിട്ടാണ് പിന്നിൽ ഇവരൊരു ക്ലബ്ബ് നടത്തുന്നത് എന്നുള്ളത് ഇനി പുറം ലോകം ഇനിയും നല്ലോണം അറിയണം. ഇവരുടെ ഉള്ളിൽ നടക്കുന്ന കളികൾ എന്താണെന്നുള്ളത്, അതിൽ നിന്ന് മാറ്റങ്ങൾ, അതായത് ജനങ്ങളുടെ രോഷം ഇവരറിയണം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ തന്നെ പ്രതിഷേധിച്ച് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഇടവേള ബാബു AMMയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറയുന്നത് ഭരണഘടന മാറിയിട്ടുണ്ട്, സ്ത്രീ പ്രാതിനിധ്യം 3-ൽ നിന്ന് 4 ഉയർത്തിയിട്ടുണ്ട്, സാധാരണഗതിയിൽ 3 തന്നെ കിട്ടാറില്ല, അപ്പോൾ 4-ന് ഞങ്ങൾ കുറെ കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെയാണ്.
I'm very sorry, Nikesh. I don't know whom they are trying to show this charity towards. ഇതിൽ 50-50 മെമ്പേഴ്സ് എന്ന് പറയുന്നുള്ള AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ 50-50 ആണ് റെപ്രസെന്റേഷൻ എന്നാണ് ഇടവേള ബാബു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ 50-50 റെപ്രസെന്റേഷനിൽ ഇത്രയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിൽ 15-16 പേരിൽ 4 പേര് തരുന്നത് വലിയ ചാരിറ്റി ആയിട്ടാണ് അയാളത് പറയുന്നതെങ്കിൽ അത് വളരെ സങ്കടം വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് നമ്മളോട് അസൂയ തോന്നുന്ന ആൾക്കാരാണ് നമ്മളുടെ എതിരെ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം അസഹനീയമാവുന്നത്. ഒരു പക്ഷെ എനിക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്തിട്ടാണ് നമുക്ക് അവരോട് അസൂയ തോന്നേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ നന്മയ്ക്കായിട്ടുള്ളതോ അല്ലെങ്കിൽ നീതിക്കായിട്ടുള്ളതോ ആയിട്ടുള്ള അവർ എന്ത് കാര്യം ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്കായിട്ടുള്ളതെന്നാണ്. ഇതുവരെ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നടത്തിക്കൊണ്ടുവന്ന രീതിയിൽ ICC ഫോർമേഷനുള്ള കാര്യത്തിൽ പോലും അവരൊരു രീതിയിലും ഇതിനെ ഈ ഒരു പോയിന്റ് ഉയർത്തിയിട്ടുള്ള നമ്മൾ ആരെയും അതിൽ ഉൾപ്പെടുത്താതെയാണ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ, അതായത് ഞാനും രേവതി ചേച്ചിയും പത്മപ്രിയയും കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന്റെ ഓരോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിനാണെങ്കിലും ജനറൽ ബോഡിയിലും പോയിട്ടാണെങ്കിലും ഓരോരോ പോയിന്റ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒന്നും പിന്നെ നമ്മളെ അതിന്റെ ഒരു ഭാഗമാക്കാതെയാണ് പേപ്പറിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഓരോ കോമാളിത്തരം എന്നേ എനിക്കിതിനെ പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല സത്യമായിട്ടും. ദയവായി തുടരുക ശ്രീമതി പാർവതി. ഇപ്പോൾ രേവതി കൂടി. ശ്രീമതി രേവതിയൊക്കെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും അതിന് MMA പ്രസിഡന്റ് മോഹൻലാൽ മറുപടി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ഒരു തോന്നൽ ചില മാറ്റങ്ങളെങ്കിലും ഈ സംഘടനയിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ജനറൽ സെക്രട്ടറി പറയുന്നത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മാറ്റങ്ങളില്ല എന്ന് മാത്രമല്ല പുച്ഛത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെയൊക്കെ പരിഗണിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകുന്നു. അങ്ങനെ തന്നെയാണോ രേവതി അടക്കമുള്ളവർക്കും തോന്നുന്നത്? അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ AMMA എന്ന സംഘടനയുടെയോ ഉള്ള പ്രതികരണം ആ നിലയിൽ തന്നെയാണോ? അബ്സല്യൂട്ട്ലി ദ സെയിം നികേഷ്. ബിക്കോസ് ഇതിൽ വന്ന് നമ്മുടെ എന്താ പറയാ, ആദ്യം നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു മീറ്റിംഗിന് പോയപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലൊരു ചെറിയൊരു റേ ഓഫ് ഹോപ്പ് ഉണ്ടായിരുന്നു, ആഗ്രഹം കൊണ്ട് അത് മാറ്റാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു 7 മാസമോളം നമ്മൾ പറഞ്ഞ പല കാര്യങ്ങൾക്ക് ഒരു മറുപടിയും ഇല്ലാതെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ഓഫ് അമ്മ എന്ന് പറയുന്നവർ അവര് ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിങ് അസ്, നമ്മളെ ഒരുപാട് ഇമെയിൽസ് അയച്ചിരുന്നു, ഒരു റിപ്ലൈ ഒരു അക്നോളജ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രസ്സിലാണ് പറയുന്നത്, നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പ്രസ്സിലാണ് പറയുന്നത്. അതിലൂടെയാണ് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായത്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പ്രസ് മീറ്റ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചെയ്തത്. അപ്പൊ തന്നെ മനസ്സിലായി ഇതിൽ മാറ്റം വരുത്താൻ അത്ര എളുപ്പമല്ല. മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ഇന്ന് എനിക്ക് ഒരു എന്താ പറയുക, ഒരു ഹോപ്പ് പോലും ഇല്ല. ബിക്കോസ് യു റിയലൈസ് ദാറ്റ് ഓരോ പ്രാവശ്യം അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ, ഐ എം നോട്ട് ടോക്കിംഗ് ബാബു പറയുന്ന കാര്യം മാത്രമല്ല, വൺ ബൈ വൺ ഈച്ച് മെമ്പർ ഓവർ ദ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ഓരോ കാര്യങ്ങൾ ഓരോ പ്രവൃത്തിയിലും അവർ പറയുന്ന ഓരോ വാക്കുകളിലും യു ക്യാൻ മേക്ക് ഔട്ട് അവർക്ക് വന്ന് എല്ലാം പുച്ഛമാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പുച്ഛമാണ്. അത് അവരുടെ സ്വന്തം മെമ്പേഴ്സിനെ കുറിച്ച് അവർ കുറച്ചുപോലും ഒരു എന്താ പറയാ, അവരുടെ കൂടെ അവരുടെ രീതിയിൽ വഴങ്ങി പോയാൽ എവറിത്തിങ് ഇസ് ഫൈൻ. പക്ഷെ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇറ്റ്സ് യു ആർ നോട്ട് ഇൻ ദെയർ ക്ലബ് എന്നാണ്. ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയോട് അമ്മയുടെ പുതിയ സിനിമയിൽ അമ്മയിൽ നിന്ന് രാജിവെച്ച ഒരു നടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകില്ല, മരിച്ചുപോയവർ തിരിച്ചു വരാത്തതുപോലെ എന്ന മറുപടിയാണ് നൽകിയിട്ടുള്ളത്. അതിൽ വലിയ നിലയിൽ WCC രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണവും നമ്മുടെ മുന്നിലുണ്ട്. അത് തൃപ്തികരമാണോ ശ്രീമതി രേവതി? നോട്ട് അറ്റ് ഓൾ. അത് വന്ന് ജസ്റ്റ് എൻ എക്സ്ക്യൂസ് പ്ലീസ്. ആൻഡ് നമ്മൾ പിന്നെ ഞാൻ ഓഫ് കോഴ്സ് ആ പടം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചു, ഞങ്ങൾ എല്ലാവരും വി വാണ്ടഡ് ടു മേക്ക് ഇറ്റ് ഷുവർ. ആൻഡ് അതിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി എൻ എക്സ്ക്യൂസ്. അതിൽ ഇറ്റ്സ് എ ലേം എക്സ്ക്യൂസ്. അപ്പൊ പറഞ്ഞു പോയ ഒരു കാര്യം മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ
എന്താ പറയാ ഒരു പ്രൈവറ്റ് ഒരു ഗാദറിംഗിൽ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പബ്ലിക്കായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ അത് പുറത്ത് വരുള്ളൂ. അങ്ങനെയാണ് ഇടവേള ബാബുവിന്റെ വായിൽ നിന്ന് പല കാര്യങ്ങളും പുറത്ത് വന്നിരിക്കുന്നത്. സോ യുനോ they have absolutely, that is their attitude, that is in their head and heart, and everyone feels like that. അത് മാറ്റാൻ പറ്റേയില്ല, and that is really really sad. സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതി, സിദ്ദിഖിനെതിരായ പരാതി രേഖാമൂലം റെക്കോർഡായി ലഭിച്ചിട്ടില്ല എന്നാണ് ജനറൽ സെക്രട്ടറി പറയുന്നത്. ആ പരാതിയിൽ രേവതി ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഈ രേഖാമൂലം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ആ ഒരു കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞില്ല എന്നൊരു വാക്കെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. രേഖാമൂലം തന്നില്ല ബിക്കോസ് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ പറയണം എന്ന് പല മാസങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇടവേള ബാബു അവിടെ പറയുന്നത്. അത് മാത്രമേ പറയുള്ളൂ. ബിക്കോസ് these are things that we speak to each other. എല്ലാം രേഖാമൂലമാണെങ്കിൽ അങ്ങനെ പറയണം. മെമ്പേഴ്സിന്റെ അടുത്ത് പറയണം, ഇത് വന്ന് എഴുതി തരൂ എന്ന് പറയണം. അതുപോലും ഒരു മെമ്പേഴ്സിനെ അവർ എഡ്യൂക്കേറ്റ് ചെയ്യാത്ത ഒരു അസോസിയേഷൻ എങ്ങനെയാണ് ഇവരൊക്കെ അസോസിയേഷൻ എന്ന് പറയുന്നത്? ഒരു സംഘടന എടുക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നാണ് അക്കാര്യത്തിലുള്ള പ്രധാന പരാതിയായി WCCയുടെ സ്റ്റേറ്റ്മെന്റിൽ കണ്ടത്. ഒരു സംഘടന AMMA എന്ന സംഘടന നിയമപരമായി എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതെ എക്സാക്ട്ലി. ബിക്കോസ് ഓരോ കാര്യവും ഒരു നിയമം എന്ന് അവരുടെ ലോസ് ഉണ്ട്, ഒരുപാട് ലോസ് ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യം, ഇപ്പൊ IC എന്ന് പറയുന്ന ഒരു കാര്യം അവർ പറഞ്ഞുകൊണ്ടിരുന്നു, മറ്റേ സെൻട്രൽ ഗവൺമെന്റ് എല്ലാ അസോസിയേഷൻസിലും യൂണിയൻസിലും എല്ലാം ഓർഗനൈസേഷൻസിലും വേണ്ട ഒരു കാര്യമാണ് IC. പക്ഷെ അത് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ ആരെയും അതിൽ വന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല, അതിന്റെ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടില്ല. അല്ല മെമ്പേഴ്സിന് ഒരു കത്ത് മൂലം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. പാർവതി പ്രിയ എന്തോ പറയണം എന്ന് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഇവർ പറഞ്ഞു നമ്മൾക്ക് ദി അമ്മ ലീഡർഷിപ്പ് അറ്റ് സം പോയിന്റ് ഒരു ന്യൂസ് റിപ്പോർട്ടിലാണ് വന്നത്. നമ്മൾക്കൊന്നും അറിയില്ല. ഒരു പോഷ് ആക്ട് പ്രകാരം എല്ലാ മെമ്പേഴ്സ്ക്കും കോൺസ്റ്റന്റ് ആയിട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രൊട്ടക്ഷൻ. ഒരു കംപ്ലൈന്റ് വന്നാൽ മാത്രമല്ല, പ്രിവെൻഷന് വേണ്ടി മാത്രം കുറേ പ്രൊവിഷൻസിന്റെ ആവശ്യമുണ്ട്. സോ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിദ്ദിഖേട്ടന്റെ മുകളിലെ ഒരു സെക്ഷൽ ഹരാസ്മെന്റിന്റെ അലിഗേഷൻ വരുമ്പോൾ ഇഫ് ദർ വാസ് എൻ IC rules prakaram, if there was an IC, it has the powers of a civil court alle. Appo it doesn't matter if the survivor has actually sent a complaint or not. Adinte avashyamilla. You are supposed to sue a moot or take a step. An IC has the right to call upon anybody outside the organization and resolve it. I find it really perplexing that നമ്മളുടെ എൻറ്റയർ ബോർഡ് ഡിഡ് നോട്ട് ഫീൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മെമ്പറുടെ മുകളിൽ എത്രയോ ഒരു വലിയ അലിഗേഷൻ പുറത്തുനിന്ന് വരുമ്പോൾ അത് റിസോൾവ് ജുഡീഷ്യസ് ആയിട്ട് റിസോൾവ് ചെയ്യാനുള്ള ഒരു തോന്നൽ ആർക്കും വന്നില്ലേ? You just called Siddiq and forget about sexual harassment. You just called Siddiq. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് സൈഡ് നോക്കണ്ടേ? If you're a judicious person, you should look at both the sides of the story. At least that you should do. And if you had an IC, or do they have an IC? I am not clear. At least നമ്മൾ എപ്പോഴും members ആണ്. We don't know if there is any problem which comes. What is the redressal mechanism? നമ്മൾക്ക് തന്നെ അറിയില്ല. ശരി, സർവൈവർ നമ്മൾക്ക് അമ്മയുടെ നമ്പർ ഇല്ല, അവർ പുറത്തിൽ നിന്ന് അകത്ത് കംപ്ലൈന്റ് തന്നിട്ടില്ല. പക്ഷെ ഇവർ എന്താ ചെയ്തിട്ടുണ്ട്? വാട്ട് ഹാവ് ദേ ഡൺ? ആൻഡ് ദാറ്റ് ഈസ് വൈ ഇത് പറയുന്നത് ഒരു ഇടവേള ഓഫീസറുടെ ഒരു TV ചാനലിൽ തന്ന ഒരു ഇന്റർവ്യൂ മാത്രമല്ല. So the responsibility actually comes on the entire leadership of Amma and not on the GBM. ഇവിടെ എപ്പോഴും നമ്മള് that's why in our letter he said ഈ സമയം ഇതൊക്കെ നടന്നപ്പോൾ actually my mother-in-law was in the hospital and I was just completely perplexed about what was happening and extremely hurt also, and I was like feeling that so sad that I was not there with Parvati, and even Revati at that point was very busy. It was very sad moment for us, but it is very interesting that none of these people talk.
None of these people speak at any point of time. You have to have a member resign and make a big story out of it. And not only that, we are not interested here in making a media story out of this. നമ്മൾ 2 വർഷമായിട്ട് ആ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ 2 വർഷമാണ് ഇപ്പോൾ. 3 of us, Sri Devika, Joy Matthew, Shammi Jen, there are so many members who actually stopped the provision of the new bylaws, which are extremely regressive. ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെയും Sri Devika actually said that she volunteered to be a member of the EC. So why is it that she's still not in the board? It's very fascinating that in spite of so much active membership engagement, avarunnu cheyyadambo, when there is no power, when you can't speak up, you can't talk, you can't do anything, then how do you expect any member of Amma to do anything for the leadership? So this is an institutional problem. Again, I come back to one simple question. I still believe, I don't think, I feel Amma as an institution is really lost. It's become a morally bankrupt space. But as individuals, what is their personal stand? Forget it. Okay, you may have a lot of restrictions because you're part of a big organization like Amma, so you're part of the leadership. I was very surprised. I saw a Times of India article response. Times of India koi aalkaru pay vilichu members in it. Their response is that we will not respond. The secretary and the president will only respond. Ningal personal stand parayam. There's so many fans of yours. The entire Kerala is watching. We are watching as members of Amma. You are talking about us in a certain light. Ningalku or personal or stand ille. And is the EC so in? And I'm asking, is the EC such an uncomfortable space that you're not able to voice your honest opinion? Can't you agree to disagree and still work together for a better community? അതല്ലേ ഡെമോക്രസി. ടോക്സിക് ആണ് നമ്മളുടെ സ്പേസ്. രേവതി, എടവേല ബാബു ചോദിച്ചു രേവതി എവിടെയായിരുന്നു? 2 വർഷമായിട്ട് നമ്മൾ ഉണ്ടല്ലോ. ഒരു മെയിൽ എത്രയോ മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചിട്ട് നമ്മൾ എവിടെ ഉണ്ടെന്ന്. അല്ല, ഒരുപാട് മെയിൽസ് മാത്രമല്ല, ആ മെയിൽസിന്റെ ഡീറ്റെയിൽസ് നോക്കിയ ആ ബൈലോസിന്റെ അത്രയും ഡീറ്റെയിൽസ് ഞങ്ങൾ പകൽ ലോയേഴ്സിന് കൂടെ വർക്ക് ചെയ്തിട്ട് അതിന്റെ എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, എത്ര ഹൗ മച്ച് മോർ സപ്പോർട്ട് വി ക്യാൻ ഗിവ് എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നൊരു അസോസിയേഷൻ നല്ല ഒരു ഫോർവേഡ് തിങ്കിങ് അസോസിയേഷൻ ആവണം എന്നായിരുന്നു ഞങ്ങളുടെ 3 പേരുടെയും ഒരു ആഗ്രഹം. When we went first in 2017 for the executive committee meeting, and ഞങ്ങൾ എങ്ങനെങ്കിലും let us make this change, ഒരു ചേഞ്ച് തീർച്ചയായിട്ടും വരുത്താൻ പറ്റും എന്നൊരു ഒരു ബിലീഫിലാണ്, ഒരു ഫെയ്ത്തിലാണ് ഞങ്ങൾ അന്ന് പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അബ്സല്യൂട്ട്ലി നോ റെസ്പോൺസ്. എത്ര മെയിൽസ് അയച്ചാലും ഒരു അക്നോളജ്മെന്റ് പോലും ഇല്ല. ഒറ്റ പ്രാവശ്യം എനിക്ക് എടവേല ബാബുവിന്റെ അടുത്തുനിന്ന് നോട്ടഡ് എന്നൊരു മെയിൽ മാത്രം വന്നു, അത്രേ ഉള്ളൂ, ജസ്റ്റ് നോട്ടഡ്. അത് കഴിഞ്ഞിട്ട് ബേസിക്കലി നമ്മള് സംസാരിച്ചില്ലെങ്കിൽ സംസാരിച്ചില്ല, എഴുതി തന്നിട്ട് പറയൂന്ന് പറഞ്ഞാൽ അതും തന്നു, അതും വർക്ക്ഔട്ട് ആയില്ല. നമ്മളൊരു as an institution we went through WCC, filed a PIL, public interest litigation, please create an IC, please implement the law of the land. അതും വർക്ക് ആകുന്നില്ല. നമ്മൾ പിന്നെ ഓക്കെ വി വിൽ എൻഗേജ് ഇൻ ദ ജനറൽ ബോഡി മീറ്റിംഗ്സിൽ അത്രയും പറഞ്ഞില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന. അവിടെയോ വന്നിട്ട് നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എത്രയും so many hours as if we have nothing else to do in life. So many hours we have spent only because we are all interested and concerned about the welfare of everyone. And then it is very surprising that nothing is enough. So then you tell us, so what is ഇപ്പോൾ പോകുന്ന വഴി, മുമ്പിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാൻ പറ്റും? ഇനി അവരല്ലേ പറയാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ പോകുന്നതെന്ന്? അവരോടാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഇനി നമ്മളോടല്ല. പക്ഷേ ശ്രീമതി രേവതി, ഒരു ഡെഫനിങ് സൈലൻസ് ആണ് അപ്പുറത്ത്. അത് എന്തുകൊണ്ടാണ്? അതെ, ആ ഡെഫനിങ് സൈലൻസിനെ കോൾ ഔട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ആ ഡെഫനിങ് സൈലൻസിനെ ഇനി അനുവദിച്ചുകൂടാണ് എന്നാണ് ഒരു 4th പില്ലർ എന്ന നിലയിൽ മീഡിയ ചേർന്ന് നിന്ന് നമ്മുടെ കൂടെ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ മൂർത്തി വിഗ്രഹങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പിന്നിലൊക്കെ എല്ലാം നല്ലോണം പോകുന്നു, എല്ലാം ഓക്കെയാണ്, ചില ആൾക്കാർ വന്ന് ഹൈജാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പോവാൻ വളരെ എളുപ്പമാണ് ഇവർക്ക്. കാര്യം അവരല്ല. പാർവതി, പല കാര്യങ്ങളും മാധ്യമങ്ങൾ ഉയർത്തുന്നത്, അവരുടെയൊക്കെ സഹപ്രവർത്തകർ ഉയർത്തുന്നത് അസൂയ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു കാര്യം അവർ ചെയ്തതിൽ എനിക്ക് അസൂയ തോന്നുന്നു ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ
സത്യമായിട്ടും ഞാനെന്ന് പറയുന്ന ഒരാള് എന്തെങ്കിലും രീതിയിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫായിട്ട് ഒരു കറക്റ്റ് ആയിട്ട് എനിക്കൊരു എക്സ്പ്ലനേഷൻ കിട്ടിയാൽ ഞാൻ സോറി പറയാൻ തയ്യാറായിട്ടുള്ള ആളാണ്. പക്ഷെ AMMA എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലബ്ബ് ഒരു രീതിയിലും, അതായത് ഡിസ്റെസ്പെക്റ്റിന്റെ അങ്ങേ അറ്റം എങ്ങനെയാണോ എക്സസൈസ് ചെയ്യുക കുറെ പുരുഷന്മാര് ചേർന്നിട്ട് എന്നുള്ളതിന്റെ വിഗ്രഹമാണ് ഈ AMMA എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടായ്മ. ഞാൻ പറയുന്നത് ഇതൊക്കെ അവര്, അതായത് ജനറൽ സെക്രട്ടറി ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഇത്രയും പറയാനുള്ള ഒഡാസിറ്റി അയാൾക്ക് കാണിക്കാൻ പറ്റണമെങ്കിൽ അത്രയും ബാക്കിംഗ് പിന്നിൽ നിന്ന് ആ ലീഡർഷിപ്പ് അയാൾക്ക് ഉണ്ടെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്, അയാൾ തൊടാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും. ഇപ്പൊ ജയിച്ചും പ്രിയ നേരത്തെ പറഞ്ഞ പോലെ ബൈലോസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒക്കെ GBM ജനറൽ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റീനെ വളരെയധികം പവർഫുൾ ആക്കി ജനറൽ ബോഡീന്റെ പവർ ഒക്കെ എടുത്ത് കളയുന്ന പോലത്തെ പോയിന്റ്സ് പുതിയ ബൈലോസിലേക്ക് കൊണ്ടുവരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇതിപ്പോ ഞാൻ AMMA മെമ്പർ അല്ലാത്തതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് പറയുന്നത് ഇനി എന്ത് ആക്ഷൻ അവർക്ക് വേണമെങ്കിൽ എന്റെ മേത്തെടുക്കാം. കൂടെ ഉണ്ടായിരുന്ന GBM മെമ്പേഴ്സിലെ പല ആൾക്കാരും വന്ന് പറയുന്നത്, അല്ല ആക്ച്വലി എന്താണ് പ്രശ്നം, എന്താണ് ഈ ഇതിലുള്ള പ്രശ്നം എന്താ മോളെ എന്ന് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ചോദിക്കുക. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു 50% പോലും ആ ഹാളിൽ നിറഞ്ഞു നിൽക്കാത്ത സമയത്താണ് ഇത് നമുക്ക് ബൈലോ പാസ് ചെയ്യാം എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ വിളിക്കുന്ന പോലെ കൈ പൊക്കൂ, പാസ് ചെയ്തവർ കൈ പൊക്കൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. വൈൽ 3 members ആർ ഒപ്പോസിങ് ദ ബൈലോസ്. അതിനെ ഫ്രീസ് ചെയ്യാൻ വേണ്ടി, ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നമ്മൾ അവിടെ ഇരിക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് ഇങ്ങനത്തെ കളി കളിക്കുന്നത്. അതിൽ വളരെ ജുവനൈലായിട്ടും വളരെ അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ക്ലബിൽ നടക്കുന്ന കാര്യങ്ങൾ. എന്നിട്ടും നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ്, എന്തെങ്കിലും രീതിയിലുള്ള, അത് എന്തിനാണ്? ബേസിക് റെസ്പെക്റ്റിനുള്ളതാണ്. നമ്മളുടെ എക്സിസ്റ്റൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, വെൽഫെയർ എന്ന് ഇവർ ഘോരമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന കാര്യമാണ് ഇവർ സ്ത്രീകൾ എന്ന് പറയുന്ന നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവരിത് റെസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ലേ? വൈ ഇസ് ഇറ്റ് ദാറ്റ് ഒരു IC ഫോം ചെയ്യാൻ നമ്മൾ PIലൊക്കെ കൊടുത്തിട്ട് വി ഹാവ് ടു ഗോ ടു കോർട്ട് ടു സേ ദാറ്റ് പ്ലീസ് പ്രൊട്ടക്ട് us? കാര്യം ആദ്യം തന്നെ വെളിച്ചമാണ് കേട്ടോ, ഇത് ആകാശത്തിന്റെ കളർ ഇല്ലല്ല കറുപ്പാണ്, ഇതാണ് അവരൊക്കെ പറയാനുള്ളത്. നമ്മൾ എന്ത് കാര്യം നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലോ കേൾക്കുക എന്നുള്ള ഇല്ലല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞില്ലല്ലോ. കൂടെ നിൽക്കാനും പേടിയുള്ള എത്രയോ ആൾക്കാർ എന്നോട് ആ ജനറൽ ബോഡി മെമ്പറിൽ വന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അവസാനം ഒരു ചിറ്റ് പേപ്പർ കൊടുത്തു, ഇതിനോട് എതിർപ്പുള്ള ആൾക്കാർ എഴുതി തരണം എന്ന്. അതിൽ ഒരു ആക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട്, മോളെ എനിക്കിതിൽ എഴുതാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് ഇനി ജോലി കിട്ടില്ല എന്നാണ്. സോ ഇത്രയും ഭയപ്പെടുത്തി ടോക്സിക് ആയിട്ടുള്ള സ്റ്റേറ്റിലാണോ ഇവർ വെൽഫെയർ നടത്തുന്നതാണ് എന്റെ ചോദ്യം. അതും പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾക്കാരും ബാക്കി ഈ പറയുന്ന MLAs ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ എത്ര വളരെ നീചമായിട്ട് ചീപ്പായിട്ടുമാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അവരെ തന്നെ റിവീൽ ചെയ്തിരിക്കുകയാണ് ഈ ഇതുവരെ കൊടുത്തിരിക്കുന്ന മീഡിയ ഇന്റർവ്യൂസിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർവതി, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ സർവൈവറിന്റെ കാര്യത്തിലാണ്. AMMA ജനറൽ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ കൈവിട്ടു, അത് വേറെ ആരൊക്കെയോ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ കോടതിക്കകത്തു നിന്നുള്ള വിവരങ്ങൾ നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിട്ടിട്ടുണ്ടല്ലോ, അത് മൊഴിമാറ്റം, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതലുണ്ട് പറയാവുന്നതിൽ. ഇപ്പോൾ എനിക്ക് ഈ ചാനലിൽ പറയാവുന്ന കുറേ കാര്യങ്ങൾ, പറയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് പാർവതി, രേവതി, പത്മപ്രിയ. അതായത് ഏതൊക്കെ രീതികളിലാണ്, സോറി ഐ ജസ്റ്റ് ക്വിക്ലി ചെയ്ത്, ഏതൊക്കെ രീതികളിലാണ് നമ്മളുടെ നാക്ക് കെട്ടി നമ്മളെ ടൈ ഡൗൺ ചെയ്യുന്നത് എന്നുള്ളത് പബ്ലിക് അറിയണം നികേഷ്. ഏതൊക്കെ രീതിയിലാണ് നീതിക്ക് വേണ്ടിയിട്ട്, അതായത് എക്സിസ്റ്റ് ചെയ്യാൻ നമ്മളെ സമ്മതിക്കൂ, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അതിൽ എന്ന് പറയുന്ന നമ്മളെ എത്ര അധികം നമ്മുടെ നാക്ക് വെട്ടാൻ ഇവരെല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രൈം എക്സാമ്പിൾ ആണ്. എന്നാൽ ഇതൊക്കെ മറന്നിട്ട്, സർവൈവറിന്റെ നന്മയും കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഈ നികേഷുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ വന്ന് ഇത്രയും വളരെ എന്താ അതിന് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, അത്തരത്തിലുള്ള ഒരു താരതമ്യപ്പെടുത്തി സംസാരിക്കാൻ അയാൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ക്യാരക്ടറിനും അയാളുടെ പിന്നോക്കുന്ന എല്ലാവരുടെ ക്യാരക്ടറിനും ഉള്ളൊരു വലിയൊരു ഡെഫിനിഷൻ തന്നെയാണത്. AMMA എന്ന് പറഞ്ഞ സംഘടന എന്ന് പറഞ്ഞത് നേരത്തെ പ്രിയ പറഞ്ഞ പോലെ വളരെ മോറലി ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ക്ലബ്ബ് മാത്രമാണ്. പറയൂ ചേച്ചി, ദേവ് ചേച്ചി. രേവതി. ഇല്ല, യു ഹാവ് സെഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി പാർവതി. ഒറ്റ കാര്യം എനിക്ക് ഇപ്പൊ തോന്നുന്നത്, പാർവതി AMMA പുറത്ത് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. യു ആർ റൈറ്റ് ആക്ച്വലി, മേ ബി ദാറ്റ് ഈസ് വാട്ട് എവ്രിബഡി ഈസ് ഫീലിംഗ്.
എന്തെങ്കിലും ഒരു കാര്യം ഉയർത്തി പറഞ്ഞാല് പിന്നെ then one is of course job, two is you are alienated, you're totally alienated because ഇപ്പോൾ നമ്മൾ 3 പേർക്ക് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. It's like it's falling into deaf ears and it is എന്താ പറയാ, you just lose your complete patience. പത്മപ്രിയ, എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഇങ്ങനെ 50% വുമൻ ഉള്ള സ്ഥലത്തിൽ നമ്മൾക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ പറയാൻ ഇല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസിലെ നമ്മുടെ മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിലെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ റെപ്രസെന്റേഷൻ ഇസ് ഫാർ ലെസർ. അവരുടെ പരിസ്ഥിതി എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ആൻഡ് ദ എൻറ്റയർ ഫിലിം ഇൻഡസ്ട്രി ഈസ് സൈലന്റ് അബൌട്ട് ഇറ്റ്. Yeah, exactly. The entire film industry is silent about violating the law of the land and they are very comfortable with it. Adana nammude prashna. So this is an amma executive leadership issue. This is an issue of the entire film industry. So Bollywood pole sthathil inganathe Korea allegations varumbo the entire industry comes together and they are filing a case against people in the media who is spoiling their reputation. പക്ഷേ ഇവിടെ ഓപ്പൺ ആയിട്ട് ആൾക്കാർ ഇന്റർവ്യൂ ആഫ്റ്റർ ഇന്റർവ്യൂ അഗെയിൻസ്റ്റ് ദെയർ കൊളീഗ്സ്, അഗെയിൻസ്റ്റ് ദ ലീഗൽ സിസ്റ്റം, അഗെയിൻസ്റ്റ് ദ പോലീസ്, അഗെയിൻസ്റ്റ് അതർ ഓർഗനൈസേഷൻസ്, ദേ കീപ് മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. പക്ഷെ ഒന്നും നടക്കില്ല. There is no recourse. I'm just doing one interview. Your voice is heard. உங்களோட voice கேக்குது. പറഞ്ഞോളൂ പത്മപ്രിയ, പറഞ്ഞോളൂ. രേവതി ചേച്ചി, Can you mute yourself, Revati ചേച്ചി? The digital life. Yeah. Padmapriya, continue. So why is the entire film industry silent? Isn't this something of concern to everybody? ഇപ്പൊ എല്ലാവർക്കും വുമൻ സേഫ്റ്റി അത്രയും വലിയ കാര്യമാണെങ്കിൽ എല്ലാവരും IC ഉണ്ടാക്കട്ടെ. പക്ഷെ നമ്മള് PIL തന്ന റെസ്പോൺസ് എല്ലാവരും അയ്യോ ഇത് നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, നമ്മൾ ഇതൊക്കെ ചെയ്താൽ നമ്മൾക്ക് ഇതിന്റെ ആവശ്യമില്ല, നമ്മളെ മെമ്പേഴ്സ് ഒക്കെ വളരെ സേഫ് ആണ്. ഇത് അവരുടെ മെമ്പേഴ്സ് തന്നെ പറയട്ടെ, അവർക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം, ഒരു ഓപ്പൺ സ്പേസ് തരൂ. വെറുതെ ചുമ്മാ വേണ്ടി ഫോർ നോ റീസൺ നോബഡി വിൽ ബി എ റെബൽ അല്ലേ? എന്തിനാ വെറുതെ നമ്മൾ റെബൽ ചെയ്യുന്നത്? എന്തിനാ നമ്മൾ വെറുതെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മീഡിയയിലെ ഇതൊക്കെ സംസാരിക്കുന്നത്? ബാബുചേട്ടൻ is saying that we do a lot of കൈ നീട്ടം and all of that. അതൊക്കെ വേണ്ടിയ സംഭവമാണ്. അതിന്റെ വേണ്ടി നമ്മളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അതും വെൽഫെയർ ആണ്, ഇതും വെൽഫെയർ ആണ്. മെയിൻ ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവൈവറിന് നീതി കിട്ടുക എന്നുള്ളതാണ്. നോക്കൂ, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് അവിടെ നടക്കുന്നത് എങ്കിൽ പോലും ചില മൊഴിമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ലൗഡായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് സിദ്ദിഖ്, എന്തുകൊണ്ട് ഭാമ, എന്തുകൊണ്ട് ബിന്ദു പണിക്കർ തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങൾ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ രേവതിയും ഒക്കെ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ നേരത്തെ ജനറൽ സെക്രട്ടറിയുടെ കാര്യം നമ്മൾ പറഞ്ഞത്, ഇത് ചിലർ ഹൈജാക്ക് ചെയ്തു, ഞങ്ങൾ കൈവിട്ടു എന്നുള്ളതാണ്. ഒന്ന് കോർട്ട് പ്രൊസീഡിങ്സ്, ഈ കൈവിട്ടത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന മൊഴിമാറ്റങ്ങൾ, അതുകൊണ്ട് കോടതി പ്രൊസീഡിങ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ പാർവതി, നിങ്ങളെപ്പോലുള്ളവരെങ്കിലും. പാർവതിയും പത്മപ്രിയയും മാത്രമല്ല, അല്ലെങ്കിൽ രേവതിയും മാത്രമല്ല, WCCയിലും ഈ പറയുന്ന സിനിമയിൽ നിങ്ങളുടെ സമാന മനസ്കരായ ആളുകളെല്ലാം തന്നെയും ഇത് നല്ല ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അതായത് എത്ര കാലമായിട്ട് ഇതിന്റെ ഒരു കേസിന് നീതിക്ക് വേണ്ടി ഒരാള് ഒട്ടും നമുക്ക് അറിയാൻ പറ്റാതെ, അളക്കാൻ പറ്റാത്ത അത്രയും ട്രോമയിലൂടെ കടന്നു പോവുകയാണ് കോടതിയിൽ. അതൊരു റിയാലിറ്റിയാണ്. അത് എല്ലാവരും മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് പബ്ലിക്കിന്റെ ഒരു ഇഷ്യൂ തന്നെയാണ്. കാര്യം ഇത് ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്താവുന്ന ഒരു കാര്യം മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഓരോ തവണയും ഓരോ ആൾക്കാരും ഓരോന്ന് മാറ്റി പറയുമ്പോൾ അവരുടെ മനസമാധാനമാണ് ശരിയാവുന്നതിനേക്കാളും നല്ലത് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വേർ ദ ജസ്റ്റിസ് ഇസ് ഗോയിങ് ഇൻ അവർ ലാൻഡ്. അപ്പൊ അതിനെതിരെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു, രേവതി ചേച്ചി സംസാരിക്കുന്നു, പത്മപ്രിയ സംസാരിക്കുന്നു, WCC സംസാരിക്കുന്നു. ഇത് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതായത് ഒപ്രഷൻ നടക്കുന്ന ഈ ഒപ്രസേഴ്സൊക്കെ എതിരെ ബാക്കി ആൾക്കാർ, ഇപ്പൊ പത്മപ്രിയ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിലെ വേറെ ആരോടും ഈ ചോദ്യം പോകുന്നില്ല. ഇതിനെപ്പറ്റി നമ്മൾ ഗൗരവമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് നിങ്ങൾ ഇപ്പൊ നികേഷ് ചോദിച്ചില്ലേ നമ്മളിത് നോട്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. വേറെ എത്ര ഇൻഡസ്ട്രിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വേറെ എത്ര ആൾക്കാരുടെ അടുത്ത് ഇതേ ചോദ്യം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സൈലന്റ് ആയിട്ടുണ്ട്. അവരൊക്കെ കറക്റ്റ് ആയിട്ട് അവരുടെ മീഡിയ പ്രൊമോഷനും ഫിലിം പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട്.
അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അതിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നാണ് അവർ കരുതുന്നതെങ്കിൽ അത് വളരെയധികം അവരെ എനേബിളേഴ്സ് ആയി മാറുകയാണെന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇഫ് വി ഡോണ്ട് സ്പീക്ക് നൗ ദെൻ യു ആർ എൻ എനേബിളർ ഫോർ ഷുവർ. അത് ഈ ഇൻഡസ്ട്രിയിലെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ്. നിങ്ങൾ ആരും ഇതിനെപ്പറ്റി ഇപ്പൊ വായ തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്പറേഷനെ എനേബിൾ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. രേവതി ഭാമ ഓൺ റെക്കോർഡ് പറയുകയാണ്, എനിക്ക് മനസ്സമാധാനമാണ് പ്രധാനമെന്ന്. നികേഷ്, ഇത് സബ്ജുഡീസ് ആയതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഇപ്പോൾ, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഹാപ്പൻ ടു ദിസ് കേസ്. വി ലെറ്റ് ഇറ്റ് ഗോ ദ വേ ഇറ്റ് ഹാസ് ടു ഗോ ആൻഡ് ജസ്റ്റിസ് മസ്റ്റ് പ്രിവെയിൽ. പക്ഷെ ഇപ്പൊ പാർവതി പറഞ്ഞ പോലെ ഈ സൈലൻസ് എന്നൊരു കാര്യം ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളിലും ഈ സൈലൻസ് ആണ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി 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 ഡിസ്ട്രക്റ്റീവ് ആൻഡ് വെരി ഡാമേജിങ്. ആ സൈലൻസ് ആണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും കാണിക്കുന്നത്. അതാണ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് സൈലൻസ്. Priya, you wanted to say something. Sorry. I just it's not just enabling. I really want to say I have been a victim of verbal sexual abuse on cyber assault and stuff like that. Adinte molle I had filed a case long time back, about a decade back, even before cyber crime was such a big deal. And njan kodile poyittundu. I know what it means to be interrogated as a woman. I have only an appeal to all the women. You're not just enablers if you keep quiet. Tomorrow if this happens to you, naale ningalku idu ayale appo thanne manasillavum. Appo ningalku support venumanengil that is what you will need most. None of us will be there except your conscience. So you forget about enabling. Think about yourself, think about your children, think about your own future. And this applies especially to women and all to everybody else, because everybody's welfare will only keep you happy. Mattavar peaceless aayittu you think we are happy that amma is having an executive emergency meeting and they are in pain, or they are not, or they are hustling. But this should not be the scenario. Nammal kude ninnittu we should find solutions together, and we should not enable such behavior, such toxic behavior in courts. നികേഷ്, ഞങ്ങളുടെ ഇമെയിൽസിൽ ഞങ്ങൾ ഓരോരുത്തരും എഴുതിയ ഇമെയിൽസ്, ദാറ്റ് ഇസ് ആഫ്റ്റർ 2019 GBM കഴിഞ്ഞിട്ടും ഞങ്ങൾ എഴുതിയത്, ദയവ് ഇത് യു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഇപ്പൊ എടുക്കുന്ന ഓരോ ഡിസിഷൻസും പല പല തലമുറകൾക്ക് ഇത് ഇറ്റ് വിൽ ഹെൽപ്പ്. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് എ ബെറ്റർ what do you say, better and a safer world inside our film industry. ഇതാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഇമെയിൽസിൽ എഴുതിയിരിക്കുന്നത്. ആ വാക്കുകൾ അവരുടെ ഇമെയിൽസിൽ ഉണ്ട്. അതിനൊന്നിനും മറുപടിയില്ല. ഞങ്ങൾ 3 പേരും ശ്രമിച്ചു. അവരെന്താ പറഞ്ഞത്, അസൂയ കൊണ്ട് ഒരു വീട് പൊളിച്ചെടുക്കാനാണ് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് എന്നൊക്കെയാണ് ഇടവേള ബാബു പറഞ്ഞത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ എല്ലാവരും വി ആർ ഓൾ ഇൻവെസ്റ്റഡ് ഇൻ ദിസ് പ്രൊഫഷൻ. ആൻഡ് ഇതിൽ ചെയ്യുന്ന ഓരോ മാറ്റങ്ങളും എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അടുത്ത ജനറേഷൻ, ഞങ്ങൾ പറഞ്ഞത് അതാണ്, ഈ ജനറേഷനിൽ വേണ്ട, അടുത്ത ജനറേഷന് ഹെൽപ്പ് ചെയ്യട്ടെ, സപ്പോർട്ട് ചെയ്യട്ടെ. വി ജസ്റ്റ് നീഡ് ടു മേക്ക് ദാറ്റ് ചേഞ്ച് നൗ. ഹൗ മച്ച് കൻ വി ടോക്ക് ടു ദം? നിങ്ങൾ അവരെ ചോദിക്കൂ. നമ്മളെ കുറെ ചോദിച്ചു അല്ലേ, ഇനി അവരെ ചോദിക്കൂ. Ask the entire industry, ask Amma's executive leadership, because half the general body does not even understand what is happening. We've had to spend so many hours with so many lawyers. എത്രയോ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയത്. It is now time for them to respond. ഇനി നമുക്ക് ചോദിക്കാനൊന്നുമില്ല ആക്ച്വലി. പാർവതി, സിനിമയിൽ നിന്ന് ഔട്ടാണ്, അമ്മയിൽ നിന്ന് പോയാൽ സിനിമയിൽ നിന്ന് ഔട്ടാണെന്നുള്ളതാണല്ലോ അതിൻ്റെ ഇടവേള ബാബു പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ അമ്മയിൽ നിന്ന് പോവുകയാണ് പാർവതി എന്ന് പറയുമ്പോൾ സിനിമയിൽ അവസരങ്ങളില്ല. ഇപ്പോൾ രമ്യ നമ്പീശൻ്റെയും ആത്മപ്രിയയുടെയും എല്ലാവരുടെയും കാര്യത്തിൽ അവർ മലയാള സിനിമയിൽ വരാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ പാർവതിയെ സംബന്ധിച്ചിടത്തോളവും ആശങ്ക വേണം. ഇല്ല, എനിക്ക് ആക്ച്വലി ആശങ്കയില്ല നികേഷ്. ഇതൊരു ആശങ്കയായിട്ടായിരുന്നില്ല ഇതിന് മുമ്പ് സംസാരിച്ചപ്പോഴുള്ളത്. ഇവരുടെ കൂടെ ഇത്തരം ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അവസരങ്ങൾ എനിക്ക് വേണ്ട. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇവരുടെ തറവാട് സ്വത്തൊന്നുമല്ല. അതൊക്കെ നമ്മൾ തന്നെ, നമുക്കും ക്രിയേറ്റീവ് ആണ്, നമ്മളും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് നല്ല ബുദ്ധിയുണ്ട്, നമുക്ക് നമ്മുടേതായ ഏജൻസി ഉണ്ട്.
നമ്മൾ നമ്മളുടെ വർക്ക് സ്വന്തം ക്രിയേറ്റ് ചെയ്യും, നമ്മൾ വർക്ക് ചെയ്യും. ഇത് പണ്ടത്തെ ഒരു മറ്റേ ആ ഒരു വളരെ ഒപ്രസീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ തമ്പുരാക്കന്മാരാണെന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഫുൾ ഷോ ഓഫ് കാണിക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു ഭീകരതയൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരൊറ്റ ആളും ആരും ഇൻഡിസ്പെൻസിബിൾ അല്ല ഈ ഇൻഡസ്ട്രിയിൽ. ഇവരാരും ഇല്ലെങ്കിലും സിനിമ കല എന്ന് പറയുന്നത് മുമ്പോട്ട് പോയിക്കോളും. സോ എനിക്ക് അങ്ങനത്തെ ഒരു ആശങ്കയും ഇല്ല. എസ്പെഷ്യലി ഇത്തരം ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് എനിക്ക് ജോലി വേണ്ടതാണ്. അത്തരം ആൾക്കാർ തന്നെയാണ് ഇതിന് പിന്നിൽ പോകാനും പോകുന്നത്. അത്രയും സ്വയം പര്യാപ്തരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ. അത് രമ്യ ആണെങ്കിലും പ്രിയ ആണെങ്കിലും ഞാനാണെങ്കിലും ദേവി ചേച്ചി ആണെങ്കിലും. സിനിമ വിട്ടിട്ടുള്ള പോക്കൊന്നും ആരും പ്രതീക്ഷിച്ചിട്ട് സന്തോഷിച്ച് നിൽക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ഇവിടം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് ഇതിൽ ചെളി പുരട്ടി നിൽക്കുന്ന ആൾക്കാരെ പുറത്താക്കാൻ നമ്മൾ വളരെയധികം പര്യാപ്തരായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് നോട്ട് ദി എൻഡ്. നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞ് ഇതിൽ എൻഡ് ചെയ്ത് സങ്കടപ്പെട്ടിരിക്കാനൊന്നും ഉദ്ദേശിച്ചിരിക്കുന്നില്ല. വി വിൽ ഡു ഫിലിംസ്, വി വിൽ മേക്ക് ഫിലിംസ്, ലെറ്റ് us see who stops us. ഇത് ആരുടെ കോട്ടാണ്? സിനിമ എന്ന തൊഴിലിടം സൂപ്പർ സ്റ്റാറുകൾ തുപ്പി നീട്ടുന്ന കയ്യിലുള്ള കോളാമ്പിയാണെന്ന അവരുടെ ധാരണയിലാണ് പിശക്. അതാരുടെ കോട്ടാണ് പറഞ്ഞൊരു? പാർവതിയാണോ? ഞാനല്ല, വേണേ പറയാം. അതായത് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. പറഞ്ഞോളൂ. ഞാനും 2 വർഷമായിട്ട് മലയാളം സിനിമയിലെ ജസ്റ്റ് എ ക്ലാരിഫിക്കേഷൻ ആണ്. ഇസ് നോട്ട് ബിക്കോസ് ഓഫ് അമ്മ ഓർ എനിത്തിങ്. ഇറ്റ് ഇസ് ഓൾസോ ബിക്കോസ് ഐ വെന്റ് ടു സ്റ്റഡി അബ്രോഡ്. എനിക്ക് ഒരു സിനിമയിൽ എന്ത് ബ്രേക്ക് വേണ്ടിയിരുന്നു. ഐ വാണ്ടഡ് എ പേഴ്സണൽ ഗ്രോത്ത്. ഐ കെയിം ബാക്ക്. ഐ വാണ്ടഡ് എ പേഴ്സണൽ ബ്രേക്ക് ബിക്കോസ് ഓഫ് മൈ ഹെൽത്ത് റീസൺസ്. സെക്ഷൽ അബ്യൂസ് എന്നുള്ളത് മാത്രമല്ല, ഓൺ എ ഡെയിലി ബേസിസ് ടോർച്ചർ ചെയ്യപ്പെടുകയാണ് സ്ത്രീകൾ ഓൺ എ ഫിലിം സെറ്റ്. അവർക്കൊരു പീസ് ഓഫ് മൈൻഡോടെയോ അവർക്ക് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങി പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോഴും പ്രൊഡക്ഷൻ ഹൗസസ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കോൾ ഔട്ട് ചെയ്യാൻ എല്ലാവർക്കും കൂടെ നിൽക്കാൻ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെൻ വി കെയിം ടുഗദർ ആസ് WWCC. സോ വി ആർ ദെയർ ഫോർ എവ്രിബഡി വെൻ ദേ കം ഔട്ട് ആൻഡ് സേ ഇനഫ് ഇസ് ഇനഫ്. നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ നികേഷ്. ഇപ്പം ഇസ് ദാറ്റ് ദേ നീഡ് ടു ജോയിൻ ദ ഫോഴ്സ്. ദാറ്റ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി കിട്ടും. ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ we have to increase in number, we have to increase in force and faith. So that is what I am hoping that ഈ AMMAയിലും ബാക്കിയുള്ള സംഘടനകളിലും, അതായത് ഈ PL-നെ അഗേൻസ്റ്റ് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആണുങ്ങൾ, അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കും ഒപ്പീനിയനും ഡിസിഷനും എടുക്കുന്നത് ഈ ആണുങ്ങളാണ്. ഈ റെപ്രസെന്റേഷൻ ഇല്ലാതെ 3 or 4 റെപ്രസെന്റേഷൻ പിച്ചയ്ക്ക് തരുന്ന പോലെ സംസാരിക്കുന്ന ആൾക്കാരാണ് ഡിസൈഡ് ചെയ്യുന്നത് വി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം എന്ന്. അവരിൽ നിന്ന് ഒരു മുക്തി നേടുക ബാക്കിയുള്ള മെമ്പേഴ്സ് എന്നാണ് എനിക്ക് മെമ്പേഴ്സിനോട് ഏർജ് ചെയ്യാനുള്ളത്. ശ്രീമതി രേവതി, ഒന്ന് സമ്മപ്പ് ചെയ്യാമോ? എന്താണ് പൊതുസമൂഹത്തോട്, ഫിലിം ഇൻഡസ്ട്രിയോട്, AMMA എന്ന സംഘടനയോട് പറയാനുള്ളത്? ഓക്കെ, ബേസിക്കലി നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ജേർണിയാണ്. ഒരുപാട് ആർട്സ് എല്ലാം അടങ്ങിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ മലയാളത്തില് ആക്ടേഴ്സിന് ഉള്ള ഒരു അസോസിയേഷൻ AMMA മാത്രമേ ഉള്ളൂ. ഇത് ആരംഭിച്ച കാലത്തിൽ എനിക്കറിയാം. അതിൽ ഒരുപാട് ഒരു ഡ്രീംസ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവർക്കും വി ഷുഡ് ഗിവ് ദം, എന്താ പറയുക, ഒരു ഈക്വാലിറ്റി കൊണ്ടുവരണം. അതിൽ അവരുടെ ജോലികൾ നഷ്ടപ്പെട്ടാൽ അവർക്ക് നമ്മൾ വന്ന് സാമ്പത്തിക ഒരു ഇത് കൊടുക്കണം. പിന്നെ റിട്ടയർമെന്റ് ഏജ് ആവുമ്പോൾ അല്ല അവർക്ക് അഭിനയിക്കാൻ പറ്റാതാവുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് ഒരു നല്ലൊരു ഒരു തോട്ട് ഉണ്ടായിരുന്നു. വേണു ചേട്ടനും മുരളി ചേട്ടനും അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തപ്പോൾ. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ ആയിപ്പോയി എന്ന് ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. So at the moment, I just feel that if all of them turn around and say that, come, okay, let us make this change for the next generation. They can do it. Even now they can do it. That is my feeling. But well, അത് അവരുടെ കയ്യിലാണ്, അവരുടെ എല്ലാവരുടെയും കയ്യിലാണ്. And of course every member, I think we need to start thinking individually. What are we doing? അതും ഒരു മെമ്പറായിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക? ഓക്കെ, പത്മപ്രിയ, അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ, ആഡ് ഓൺ ചെയ്യൂ. എന്താണ് സമ്മപ്പ് ചെയ്ത് പറയാനുള്ളത്? ഇനി മുമ്പോട്ടുള്ള വഴി അവർ തന്നെ പറയാൻ പറ്റുള്ളൂ.
So speak up. Not as anything else, but as members, as human beings, as individuals. Nammal Korea fans undu, nammal admirers undu. We are all actors. We are admired for who we are. Stand up, talk, and let's all agree to disagree. Adil endha prashnam? Nammal oru vazhi kandupidikkam. പക്ഷെ വഴി കണ്ടുപിടിക്കാനുള്ള വഴി തീരുമാനിക്കാൻ അതിന്റെ ഒരു തീരുമാനം ആവശ്യമുണ്ട്. അത് തീരുമാനിക്കാതെ ഇനി ചർച്ചയോ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല. Don't defend yourself, accept your mistakes, come forward. നമ്മൾ അതിന് നിങ്ങൾ കുറ്റം ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും നിൽക്കാനില്ല. Let's rectify all. We've all done mistakes. Let's rectify it together. ഓക്കെ, നന്ദി രേവതി, But that has to come പാർവതി. from them. So speak up. Thank you. That's all I have.